ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ നോക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പാർട്സ് വീഡിയോസ് ഒന്നും കാണാത്തവർ വേഗം പോയി കാണുക. ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ന്യൂറോൺസസ്. പലതരത്തിലുള്ള ന്യൂറോൺസ് ഉണ്ട്. സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇന്നർ ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ ഉണ്ട്. സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് മെസ്സേജസ് ഫ്രം റിസപ്റ്റർ ടു ദ ഇന്നർ ന്യൂറോൺസിലേക്ക്, നമ്മുടെ ഇടയിൽ കാണുന്ന ഇന്നർ ന്യൂറോണിലേക്ക് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് സെൻസറി ന്യൂറോണാണ്. അതുപോലെ ഇന്നർ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ന്യൂറോണിൽ നിന്ന് മോട്ടോർ ന്യൂറോണിലേക്ക് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് മെസ്സേജ് ഫ്രം മോട്ടോർ ന്യൂറോണിൽ നിന്ന് നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ഗ്ലാൻഡ്, ഇപ്പോൾ നമുക്കിപ്പോൾ കൈ പൊള്ളുന്നുണ്ട്, അപ്പോൾ കൈ നമ്മുടെ അവിടെ നിന്ന് റിലീസ് ചെയ്യണം. അപ്പോൾ ആ മസിൽസ് ആക്റ്റീവ് ആവണ്ടേ, അപ്പോൾ മസിൽസിലേക്ക് എത്തുന്നു. അപ്പോൾ സെൻസറി ന്യൂറോണിൽ നിന്നുള്ള നമ്മുടെ ബ്രെയിനിലുള്ള സെൻസറി ന്യൂറോൺ വഴി സെൻസറി ന്യൂറോണിന് എവിടെ എത്തുന്നു മെസ്സേജ്? ഇന്നർ ന്യൂറോണിലെത്തുന്നു. ഇന്നർ ന്യൂറോണിൽ നിന്ന് എവിടെ എത്തുന്നു മെസ്സേജ്? മോട്ടോർ ന്യൂറോണിലെത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മസിൽസിലേക്ക് എത്തുന്നു. മോട്ടോർ ന്യൂറോണിൽ നിന്ന് മസിൽസിലേക്ക് എത്തുന്നു. ഇനി ടൈപ്പ് ഓഫ് നെർവ്സ്, നമുക്ക് 3 തരത്തിലുള്ള നെർവ്സ് പഠിക്കാനുണ്ട്. സെൻസറി നെർവ്, അപ്പോൾ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് വെച്ചാൽ സെൻസറി ന്യൂറോൺസസ്, ഇന്നർ ന്യൂറോൺസസ്, മോട്ടോർ ന്യൂറോൺസ് എഴുതുക. ടൈപ്പ് ഓഫ് നെർവ്സ് ചോദിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ എഴുതേണ്ടത് എന്ത്? സെൻസറി നെർവ്, മോട്ടോർ നെർവ്, അതുപോലെ തന്നെ മിക്സ്ഡ് നെർവ്. സെൻസറി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ന്യൂറോൺസസ് അതിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓർഗനിൽ നിന്ന് നമ്മുടെ ട്രാൻസ്മിറ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഓർഗൻ ടു ദ സെൻട്രൽ നെർവ് സിസ്റ്റം. നമ്മുടെ ഓർഗൻസ്, പല ഓർഗൻസ് ഇല്ല, ഇപ്പോൾ കിഡ്നി, ലങ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഓർഗൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഓർഗനിൽ നിന്ന്, ഇപ്പോൾ കണ്ണ്, മൂക്ക്, അതൊക്കെ എന്താണ്? ഓർഗനാണ്. ആ ഓർഗനിൽ നിന്ന് എവിടെ എത്തുന്നു മെസ്സേജ്? സെൻട്രൽ നെർവ് സിസ്റ്റം. നമ്മൾ പഠിച്ചു സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. അപ്പോൾ നമ്മുടെ ഓർഗനിൽ നിന്ന് സെൻട്രൽ നെർവ് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നവരാണ് എന്ത്? സെൻസറി നെർവ്. മോട്ടോർ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ നെർവിൽ ആരുണ്ടായിരിക്കും? മോട്ടോർ ന്യൂറോൺ ഉണ്ടായിരിക്കും. ട്രാൻസ്മിറ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം സെൻട്രൽ നെർവ് സിസ്റ്റം ടു ദ ഓർഗൻസസ്. ഇപ്പോൾ കൈ പൊള്ളുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കൈ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആര് കൊടുക്കുന്നു? ബ്രെയിന് ആ ഓർഗനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ നിന്ന് മെസ്സേജ് എവിടേക്ക് പോകുന്നു? ഓർഗനിലേക്ക് പോകുന്നു. ഇപ്പോൾ കണ്ണിലൊരു പൊടി വീഴുന്നുണ്ട്, അപ്പോൾ കണ്ണടയ്ക്കണം എന്നുള്ള ഇൻഫർമേഷൻ ആരാ കൊടുക്കണേ? മോട്ടോർ നെർവ് എന്ത് ചെയ്യുന്നു? ഈ സെൻട്രൽ നെർവ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് മെസ്സേജ് പോയിട്ട് ആ ഓർഗനിലേക്ക് എത്തുന്നു. മിക്സ്ഡ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? സെൻസറി ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതുപോലെ മോട്ടോർ ന്യൂറോൺസുമായിട്ട് ആക്ട് ചെയ്യുന്നു. ബോത്ത് സൈഡിലേക്കുള്ള ഇൻസ്ട്രക്ഷൻസും ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നവരാണ് മിക്സ്ഡ് നെർവ് എന്ന്. അപ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ടൈപ്പ് ഓഫ് ന്യൂറോൺസ് നമ്മൾ നോക്കി. സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇന്നർ ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ ഉണ്ട്. സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജസ് ഇന്നർ ന്യൂറോണിൽ എത്തുന്നു. ഇന്നർ ന്യൂറോണിൽ നിന്ന് മെസ്സേജ് എവിടെ എത്തുന്നു? മോട്ടോർ ന്യൂറോണിൽ എത്തുന്നു. ഈ മോട്ടോർ ന്യൂറോണിൽ നിന്ന് വരുന്ന ഉള്ള മെസ്സേജ് എവിടേക്ക് എത്തുന്നു? നമ്മളുടെ മസിൽസിലേക്കോ ഗ്ലാൻഡിലേക്കോ എത്തുന്നു. ഇനി നമ്മൾ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് സെൻട്രൽ നെർവ് സിസ്റ്റം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് കവേർഡ് വിത്ത് ലെയർ ഓഫ് ഫാറ്റ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടൊക്കെയാണ് ഇത് നെർവ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ സെൻസറി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കാം? സെൻസറി ന്യൂറോൺസ് ഉണ്ട്. അത് എവിടെ നിന്ന്? ഓർഗനിൽ നിന്ന് സെൻട്രൽ നെർവ് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. മോട്ടോർ ന്യൂറോൺസ് ആണെങ്കിൽ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം, അല്ലെങ്കിൽ ഒരു മോട്ടറിൽ നിന്നാണ് വെള്ളം എത്തുന്നത്. അപ്പോൾ മോട്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മോട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? സെൻട്രൽ നെർവ് സിസ്റ്റം. സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെൻറ്റ് ഓർഗൻസിലേക്ക് എത്തുന്നു. മിക്സ്ഡ് ആണെന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കും, 2 ഓർഗനിൽ നിന്ന് ബ്രെയിനിലേക്ക് എത്തുന്നു, അതുപോലെ ബ്രെയിനിൽ നിന്ന് ഓർഗനിലും എത്തുന്നു. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോണോമസ് നെർവ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് പെരിഫറൽ നെർവ് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പാർട്ടാണ്. അതിൽ സിനാപ്റ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്, അതുപോലെ പാരാസിനാപ്റ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്. ഈ സിനാപ്റ്റിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയിലുള്ള സിനാപ്റ്റിക് നെർവ് സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നത് എമർജൻസി സിറ്റുവേഷനിൽ മാത്രം. അപ്പോൾ ഒരു നായനെ കണ്ടു, അപ്പോൾ നമുക്ക് ഓടണം. ഒരു പാമ്പിനെ കണ്ടു, അപ്പോൾ ഓടണം. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ആക്ട് ചെയ്യുന്നതാണ് എന്ത്? സിനാപ്റ്റിക് നെർവ് സിസ്റ്റം. പാരാസിനാപ്റ്റിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനാപ്റ്റിക് നെർവ്സിൽ ഭയങ്കര കോൺട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ മസിൽസിനെയൊക്കെ റിലാക്സ് സ്റ്റേജിൽ, ആ ഒരു ഫങ്ഷനൊക്കെ കഴിഞ്ഞ് റിലാക്സിലേക്ക് കൊണ്ടുവന്നതാണ് എന്ത്? പാരാസിനാപ്റ്റിക്
നെർവ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ സിനാപ്റ്റിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എമർജൻസി കണ്ടീഷനിൽ മാത്രം ഓപ്പൺ ആവുന്നതാണ് സിനാപ്റ്റിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. പാരസിനാപ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിനാപ്റ്റിക് കണ്ടീഷൻ കഴിഞ്ഞ് നമ്മുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നതാണ് പാരാസിനാപ്റ്റിക് നെർവ് സിസ്റ്റം. പിന്നെ അതുപോലെ അടുത്തതാണ് എന്ത്, റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ റിയാക്ഷൻ ദാറ്റ് ഒക്കെ സൈമൾട്ടേനിയസ് ആൻഡ് ഇൻവോളണ്ടറി ഇൻ റെസ്പോണ്ട് ടു ദ സ്റ്റിമുലസ്. പെട്ടെന്ന് കുറേ സ്റ്റിമുലസ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ്, ഇപ്പോൾ നായ കണ്ട പെട്ടെന്ന് ഓടണം, അല്ലെങ്കിൽ ഒരു ഉപ്പിലിട്ട മാങ്ങ കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ അതൊക്കെ സ്പോണ്ടേനിയസ് സൈമൾട്ടേനിയസ് ആയിട്ട് പെട്ടെന്നാണ് എന്തുണ്ടാകുന്നത്, ഇൻവോളണ്ടറി റെസ്പോൺസ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാണ്ട് നമ്മുടെ വായിൽ ഉമിനീര് വന്നു അല്ലെങ്കിൽ സലൈവ നിറയുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. സ്പോണ്ടേനിയസ് ആയിട്ടും നമുക്കൊരു ഇൻവോളണ്ടറി, നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻവോളണ്ടറി റെസ്പോണ്ടായിട്ട് വരുന്നതാണ് അക്കോർഡിംഗ് ടു സ്റ്റിമുലൈ. സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡാണ് അത് കൺട്രോൾ ചെയ്യുന്നത്, സെൻട്രലായിട്ട് ആക്ട് ചെയ്യുന്നത്. വി വിഡ്രോ ഹാൻഡ്, അതിൻ്റെ എക്സാമ്പിളാണ് നമുക്കൊരു ഹോട്ടായിട്ടുള്ള അത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചൂടിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ റിലീസ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ഇമ്പൾസ് ആക്ട് ചെയ്യണമല്ലോ, സ്റ്റിമുലസിനെ അനുസരിച്ചിട്ട് ഒരു റിസപ്റ്റർ ഉണ്ടാവണമല്ലോ. അപ്പോൾ കൈ പെട്ടെന്ന് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പൊള്ളും. അപ്പോൾ നമ്മൾ കൈ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളും, നമ്മൾ അറിയണില്ലെങ്കിൽ നമുക്ക് അപ്പോൾ അതൊക്കെ എന്താ നടക്കണത്, ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും പ്രസൻസ് കാരണം കൊണ്ട് പെട്ടെന്ന് ഇമ്പൾസ് റീച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ കൈ എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു പൊടി നമ്മുടെ കണ്ണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നില്ല, പെട്ടെന്ന് ലൈറ്റ് കാണുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നില്ല. അതൊക്കെ എന്താണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന സ്പോണ്ടേനിയസ് സിനാപ്റ്റിക് ആയിട്ടുള്ള സിമ്പതറ്റിക് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന സിമ്പതറ്റിക് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ്. ഇനി റിഫ്ലക്സ് ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മളത് പെട്ടെന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻ ചെയ്യുന്നത്, പെട്ടെന്നുള്ള ആക്ഷൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റിസപ്റ്റർ വരുന്നു, അതെവിടെ എത്തുന്നു, സെൻസറി ന്യൂറോണിലെത്തുന്നു. നമ്മൾ പഠിച്ചു, സെൻസറി ന്യൂറോണിൽ നിന്ന് ഇന്നർ ന്യൂറോണിലെത്തുന്നു, ഇന്നർ ന്യൂറോണിൽ നിന്ന് എവിടെ എത്തുന്നു, മോട്ടോർ ന്യൂറോണിലെത്തുന്നു, പിന്നെ നമ്മുടെ മസിൽസിലെത്തുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൈ റിലീസ് ചെയ്യുന്നു. നമുക്കിപ്പോൾ നമ്മുടെ കൈ ഇപ്പോൾ ചൂടാവുന്നുണ്ട് എന്നുള്ള റിസപ്റ്റർ നമ്മുടെ ബ്രെയിനിലെത്തുന്നു, ബ്രെയിനിൽ നിന്ന് സെൻസറി ന്യൂറോൺ വഴി ഇന്നർ ന്യൂറോണിലെത്തി, ഇന്നർ ന്യൂറോൺ വഴി മോട്ടോർ ന്യൂറോണിലെത്തിയിട്ട് മസിൽസ് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് റിഫ്ലക്സ് ആർക്ക്. ഇനി നെർവ് സിസ്റ്റം, നമ്മുടെ ഓരോരോ ജീവികൾ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഹൈഡ്ര, പ്ലനേറിയ, ഇൻസെക്ട്സ്. ഹൈഡ്രയുടെ കേസിലാണെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക് ആയിട്ടാണ് ഉണ്ടാകുന്നത്. നമുക്ക് നെർവ് സിസ്റ്റം, ഹ്യൂമണിനൊരു നെർവ് സിസ്റ്റം ഉണ്ട്, ബ്രെയിന്, സ്പൈനൽ കോഡ്, പിന്നെ കുറേ പേര് എന്താ പറയുക ഗാംഗ്ലിയ, അതൊക്കെ ആയിട്ട് മനുഷ്യന്മാർക്കുണ്ട്. പക്ഷെ ഹൈഡ്രയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെയാണ്, അവർക്കൊരു കൺട്രോളിങ് സെൻറ്റർ ഒന്നും ഇല്ലാണ്ട് കുറേ ന്യൂറൽ നെറ്റ്വർക്ക് പോലെയാണ് ഹൈഡ്രയിൽ കാണുക. പ്ലനേറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു പെയർ ഓഫ് നെർവ് ഗാംഗ്ലിയ കാണുന്നു, ഹെഡ് റീജിയനിൽ പെയർ ഓഫ് നെർവ് ഗാംഗ്ലിയ കാണുന്നു. ഇൻസ്ട്രക്ഷൻസൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ പ്ലനേറിയയിൽ ഒരു നെർവ് ഗാംഗ്ലിയ കാണുന്നു പെയറിൽ. ഇൻസെക്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ട്, കുറേ ന്യൂറോൺസ് യുണൈറ്റ് ചെയ്തിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ളവർക്ക് ബ്രെയിൻ ഉണ്ട്, ഒരു ഹെഡ് റീജിയൻ ഉണ്ട്, പിന്നെ അവർക്ക് ഒരു ഗാംഗ്ലിയ എന്ന് വെച്ചാൽ മനുഷ്യന്മാരെയൊക്കെ പോലെ ഗാംഗ്ലിയ ഉണ്ട്, ഒരു പെയർ ഓഫ് നെർവ് ഫൈബേഴ്സൊക്കെ കൂടി സെഗ്മെൻ്റ് ആയിട്ട് അവർക്ക് ഇൻസെക്ട്സിൽ ബ്രെയിനും കാണാം, കുറേ ന്യൂറോൺസൊക്കെ യുണൈറ്റ് ചെയ്തിട്ടുള്ള ബ്രെയിനും കാണാം, പിന്നെ അതുപോലെ തന്നെ ഗാംഗ്ലിയ ഉണ്ടായിരിക്കും, പെയർ ഓഫ് നെർവ് ഫൈബേഴ്സൊക്കെ സെഗ്മെൻ്റ് ആയിട്ട് ഈ ഇൻസെക്ട്സിലും കാണാം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.